എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി വെച്ചിട്ടുള്ള അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നും അതിൻ്റെ സ്റ്റെപ്സ് എന്താണെന്നും നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്ലൂംസ് വെച്ചിട്ടുള്ള അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നും അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് RBT റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി വെച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നും സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നും നോക്കാം. ബ്ലൂംസ് ടാക്സോണമി എന്തായാലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബെഞ്ചമിൻ എസ് ബ്ലൂം 1956 ബെഞ്ചമിൻ സാമുവൽ ബ്ലൂം എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് ലേണിംഗ് ഒബ്ജക്റ്റീവിനെ അടിസ്ഥാനമാക്കി നമ്മുടെ കൊഗ്നിറ്റീവ് ഡൊമൈനിനെ 6 ലെവൽസ് ആക്കിയിട്ട് കാറ്റഗറൈസ് ചെയ്തു. അതിനെയാണ് ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്നത്. ആ ബ്ലൂംസ് ടാക്സോണമി അദ്ദേഹം ഒരു 6 ലെവലാക്കി കാറ്റഗറൈസ് ചെയ്തതിനെ 2001 2 ആൾക്കാർ ചേർന്നിട്ട് റിവൈസ് ചെയ്തു. ആൻഡർസൺ ആൻഡ് ക്രാത്തോൾ എന്ന് പറയുന്ന 2 ആൾക്കാർ. അവരാണ് പിന്നെ ആ ടാക്സോണമി റിവൈസ് ചെയ്ത്, അതുകൊണ്ടാണ് ഇതിന് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്നത്. ഈ ഒരു ചേഞ്ച് ബ്ലൂംസ് ടാക്സോണമിയും റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയും തമ്മിലുള്ളൊരു ചേഞ്ച് 3 മേഖലയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത് ബ്ലൂം ആ 6 ലെവലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് നൗണിലായിരുന്നു. പക്ഷേ RBTയിൽ ഈ 2 ആൾക്കാർ പറഞ്ഞത് അത് നൗണിനെ വെർബിലോട്ട് മാറ്റിയിട്ടായിരുന്നു. ബ്ലൂംസിൽ ഏതൊക്കെയായിരുന്നു ലെവൽസ്? നോളേജ്, കോംപ്രിഹെൻഷൻ, അനാലിസിസ്, അപ്ലൈയിങ്, സിന്തസിസ്, ഇവാലുവേറ്റ്. അങ്ങനെ 6 ലെവൽസ് ആയിരുന്നു ബ്ലൂംസിലുണ്ടായിരുന്നത്. അതിനെ റിവൈസ് ചെയ്തപ്പോൾ ആ നൗണിലുള്ള കാര്യങ്ങളൊക്കെ എന്താക്കി? വെർബിലോട്ട് മാറ്റി. ഈ 2 ആൾക്കാർ ചേർന്നിട്ട്. ഏതൊക്കെയാ? നോളേജിനെ റിമെമ്പറിങ് ആക്കി, കോംപ്രിഹെൻഷനെ അണ്ടർസ്റ്റാൻഡ് ആക്കി, അപ്ലൈയിങ്ങിനെ അപ്ലൈ, അനാലിസിസ് അനലൈസ്, ഇവാലുവേറ്റിനെ സിന്തസിസ് ക്രിയേറ്റ്. അങ്ങനെ നൗണിലുള്ള കാര്യങ്ങളെ വെർബിലോട്ട് മാറ്റി. അതാണ് ഒന്നാമത്തെ ചേഞ്ച്. പിന്നുള്ളത് രണ്ടാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ സ്ട്രക്ചർ. ഇപ്പം നമുക്ക് ഈ ഫിഗറിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഒരു പിരമിഡ്, 2 പിരമിഡാണ്. പിരമിഡ് വൈസ് കാറ്റഗറൈസ് ചെയ്തതാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അപ്പം ഇതിൽ നമുക്ക് ആദ്യത്തെയൊക്കെ നേരെ തന്നെയാണ് ചേഞ്ച് ചെയ്ത് വന്നിരിക്കുന്നത്. പക്ഷേ ബ്ലൂംസിലെ 5ാമത്തെ സ്റ്റേജ്, അതായത് ബ്ലൂംസിലെ 5ാമത്തെ സ്റ്റേജായ സിന്തസിസ് എന്ന് പറയുന്നത് റിവൈസ്ഡ് ബ്ലൂംസിലെ 6ാമത്തെ ലെവലായ ക്രിയേറ്റ് ആയിട്ട് മാറി. ബ്ലൂമിലെ 5 RBTയിൽ 6 ആയിട്ട് മാറി. അതുപോലെ ബ്ലൂമിലെ 6ാമത്തെ ലെവലായ ഇവാലുവേറ്റിംഗ് എന്ന് പറയുന്നത് അവിടെ RBTയിൽ 5ാമത്തെ ലെവലായ ഇവാലുവേറ്റ് ആയിട്ട് മാറി. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ചേഞ്ച് ഇൻ സ്ട്രക്ചർ. 5ഉം 6ഉം ആൾട്ടർനേറ്റീവ് ആയിട്ട് 6ഉം 5ഉമായിട്ട് മാറി. അതാണ് രണ്ടാമത്തെ ചേഞ്ച്. പിന്നെ മൂന്നാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ എംഫസൈസ്. അതായത് ബ്ലൂം ഓരോ സ്റ്റേജിലും കൊടുക്കുന്ന ഊന്നൽ എന്ന് പറയുന്നത് അവർ ഇവിടെ അതൊന്ന് മാറ്റിയിട്ടുണ്ട്. ആ ഒരു ചേഞ്ച് ഇൻ എംഫസൈസും കൂടിയും ഇവർ മാറ്റിയിട്ടുണ്ട്. അപ്പം അതാണ് RBTയും BTയും തമ്മിലുള്ള ഒരു വ്യത്യാസം. ബെഞ്ചമിൻ എസ് ബ്ലൂമാണ് അത്. ഇവിടെ ആൻഡേഴ്സൺ ആൻഡ് റാത്തോൾ എന്ന് പറഞ്ഞ 2 ആൾക്കാരാണ്. അത് 1956 ഇത് 2001 പിന്നെ ചേഞ്ചുകൾ 3 മേഖലയിലാണ് ചേഞ്ച് ഉള്ളത്. നൗണ് വെർബായിട്ട് മാറിയിരിക്കുന്നു, പിന്നെ ചേഞ്ച് ഇൻ സ്ട്രക്ചർ ആൻഡ് ദെൻ ചേഞ്ച് ഇൻ എംഫസൈസ്. ഇതാണ് RBT എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താ നോക്കേണ്ടത്? അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ്റെ RBT വെച്ചിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നും ആ ഓരോ സ്റ്റെപ്സിലും എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കുന്നത്. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്താ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുള്ളതാണ്. നമുക്കറിയാം ഒരു കുട്ടി എത്രത്തോളം ആ കാര്യം അച്ചീവ് ചെയ്തു എന്നറിയാൻ ടീച്ചർ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് എന്തെന്ന് പറയുന്നത്? അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഒരു 6 സ്റ്റെപ്സാണ് നമുക്കുള്ളത്. ആദ്യം പ്ലാനിങ് ഓഫ് ദി ടെസ്റ്റ്, പ്രിപ്പയർ എ ഡിസൈൻ ഫോർ ദി ടെസ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് ബ്ലൂ പ്രിൻ്റ്, റൈറ്റിംഗ് ഓഫ് ടെസ്റ്റ് ഐറ്റംസ്, സ്കോറിംഗ് കീ ആൻഡ് മാർക്കിംഗ് സ്കീം ആൻഡ് ക്വസ്റ്റ്യൻ വൈസ് അനാലിസിസ്. ഇങ്ങനെ ഒരു 6 സ്റ്റെപ്സ് വഴിയാണ് നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി ഇതിലെ ഓരോ സ്റ്റെപ്പും എന്താണെന്നും ഓരോ സ്റ്റെപ്പിൻ്റെ പ്രത്യേകതയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് പ്ലാനിങ് ഫോർ ദി ടെസ്റ്റ്. അതിൻ്റെ പേരിൽ തന്നെ അറിയാം അല്ലേ, പ്ലാനിങ്. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ആണ് പ്ലാനിങ് ഫോർ ദി ടെസ്റ്റ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം എന്താ വേണ്ടത്? ഒരു പ്ലാനിങ് വേണം അല്ലേ. നമ്മളിപ്പോൾ ഒരു ടൂറ് പോകാമെന്ന് വിചാരിക്കുക. ഒരു 2 ആഴ്ചത്തെയോ അല്ലെങ്കിൽ ഒരാഴ്ചത്തെയോ ഒരു ടൂറ് പോകാമെന്ന് വിചാരിക്കുക.
അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് വെക്കും എന്തൊക്കെ വേണം, എത്ര ഡ്രസ്സ് കരുതണം, എന്തൊക്കെ സ്നാക്സ് കയ്യിൽ കരുതണം, എന്തൊക്കെ മെഡിസിൻസ് കരുതണം, എന്തൊക്കെ നമ്മൾ കൊണ്ടുപോകാൻ പറ്റും അതൊക്കെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കും. അതുതന്നെയാണ് ഇവിടെ നമ്മുടെ ഈ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ ഈ ടെസ്റ്റിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് നമ്മൾ ആദ്യം തന്നെ ടീച്ചർ പ്ലാൻ ചെയ്ത് വെക്കുക. ടീച്ചർ ആരാണോ ആ ടെസ്റ്റ് ഉണ്ടാക്കുന്നത് അയാൾ പ്ലാൻ ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മുടെ ടെസ്റ്റിൻ്റെ പർപ്പസ് എന്താണ്, നമ്മളിപ്പോൾ കുട്ടിക്ക് പ്രൊമോഷൻ കൊടുക്കാനാണോ, അതോ കുട്ടീനെ റാങ്ക് ചെയ്യാനാണോ, കുട്ടിക്ക് ഒരു സ്കോളർഷിപ്പ് കൊടുക്കാനാണോ, എന്തിനാണ് നമ്മുടെ ഈ ടെസ്റ്റ് എന്ന് അതിൻ്റെ ഇൻറ്റൻഷൻ ആദ്യം ടീച്ചർ മനസ്സിലാക്കി വെക്കുക. നമുക്കറിയാം ഇപ്പോൾ നമ്മളൊരു സെക്കൻഡ് ലെവൽ 2 ലെവൽസ് ഒക്കെ എക്സാംസ് PSC ഒക്കെ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ലെവലിൽ നിന്ന് ഓരോ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് നമ്മൾ കുറച്ച് കുട്ടികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരു ഫസ്റ്റ് ലെവൽ എക്സാം എല്ലാവർക്കും സെയിം ആയിരിക്കും, ഈക്വൽ ആയിട്ട് അതുപോലെ സിമ്പിൾ ആയിട്ടുള്ളതായിരിക്കും. പക്ഷെ രണ്ടാമത്തെ ആകുമ്പോഴോ ആ തിരഞ്ഞെടുത്തിൽ നിന്ന് വീണ്ടും നമുക്ക് അരിച്ചെടുക്കണം, കുറച്ച് പേരെ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ വീണ്ടും ആ ടെസ്റ്റ് ടഫായിട്ട് മാറും. അപ്പോൾ ആ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് കുറച്ച് കുട്ടികൾക്ക് വീണ്ടും കുറച്ച് പേരെ തിരഞ്ഞെടുക്കാൻ. അപ്പം അങ്ങനെ തന്നെ നമ്മുടെ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്, അപ്പം ആ ഇൻറ്റൻഷൻ ടീച്ചർ അല്ലെങ്കിൽ ആ ടെസ്റ്റ് സെറ്റർ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മളൊരു പാഠം പഠിപ്പിക്കുമ്പോൾ അതിന് ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഒബ്ജക്റ്റീവ്സ് ഒക്കെ കുട്ടിയിൽ എത്തിയോ എന്ന് അറിയാനും കൂടി ആയിരിക്കണം നമ്മുടെ ടെസ്റ്റ്. ആ നമ്മൾ പറഞ്ഞ ഒബ്ജക്റ്റീവ് ആ കുട്ടിയിൽ ലേണിംഗ് ഔട്ട്കം അതുപോലെ തന്നെ എത്തിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനും കൂടി വേണ്ടിയാണ് നമ്മൾ ഒരു പരീക്ഷ നടത്തുന്നത്. പിന്നെന്താണ് കണ്ടന്റ് ഓഫ് ദി ടെസ്റ്റ്. ആ ടെസ്റ്റിൽ നമ്മൾ മെയിനായിട്ട് എടുത്ത കണ്ടന്റുകളെല്ലാം, നമ്മളിപ്പോൾ ഒരു പാഠമാണ് എടുക്കുന്നത് വെച്ചാൽ ആ പാഠത്തിലെ മെയിൻ കണ്ടന്റ് എല്ലാം വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ഏകദേശം ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മാക്സിമം മാർക്കും മാക്സിമം ടൈമും. നമ്മൾ ഏകദേശം എത്ര മാർക്കിൽ എക്സാം ഇടും, എത്ര ടൈം കുട്ടികൾക്ക് കൊടുക്കണം എന്നൊക്കെ ഏകദേശ ധാരണ നമ്മൾ ഇവിടെ വെക്കണം. അപ്പോൾ നമ്മളൊരു 10-30 ക്വസ്റ്റ്യൻസ് കൊടുത്ത് ഒരു അരമണിക്കൂറും അല്ലെങ്കിൽ 1 മണിക്കൂർ ടൈം കൊടുത്താൽ കുട്ടികൾക്ക് അത് ആ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എത്രത്തോളം ടൈം കൊടുക്കണം, എത്ര മാർക്കിന് കൊടുക്കണം എന്നൊക്കെ ടീച്ചർ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുന്നതാണ് നമ്മുടെ ഈ ഫസ്റ്റ് സ്റ്റെപ്പ്, പ്ലാനിങ് ഓഫ് ദി ടെസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇൻറ്റൻഷൻ ശ്രദ്ധിക്കണം, ലേണിംഗ് ഒബ്ജക്റ്റീവ് ആൻഡ് ലേണിംഗ് ഔട്ട്കം കുട്ടിയിൽ കിട്ടുമെന്ന് അറിയണം, അതുപോലെ കണ്ടന്റ് ഓഫ് ദി ടെസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം, മാക്സിമം മാർക്ക് ആൻഡ് മാക്സിമം ടൈം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ പ്ലാനിങ് ഓഫ് ദി ടെസ്റ്റ്. ഈ രണ്ടാമത്തെ ടെസ്റ്റ്, ഇപ്പം നമ്മളൊരു ടെസ്റ്റിൻ്റെ സ്കോപ്പൊക്കെ ഡിറ്റർമൈൻ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ വേണ്ടത്, അതിൻ്റെ ഒരു ഡിസൈൻ എങ്ങനെയൊക്കെ വേണമെന്ന് നമ്മൾ ഏകദേശം ധാരണ ഉണ്ടാക്കണം. അപ്പോൾ ഒരു ഡിസൈൻ ഉണ്ടാക്കണം. അങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യാണ്ട്, ഒരു 6 കാര്യങ്ങൾ നമുക്ക് കൺസിഡർ ചെയ്യാണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. വെയിറ്റേജ് ടു കണ്ടന്റ്, വെയിറ്റേജ് ടു തിങ്കിങ് സ്കിൽ, വെയിറ്റേജ് ടു ഫോം ഓഫ് ക്വസ്റ്റ്യൻസ്, വെയിറ്റേജ് ടു ഡിഫിക്കൽട്ടി ലെവൽ, സ്കീം ഓഫ് സെക്ഷൻ ആൻഡ് സ്കീം ഓഫ് ഓപ്ഷൻ. ഈ 6 കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ ഡിസൈൻ ഉണ്ടാക്കാൻ ആയിട്ട് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ എന്താണെന്ന് നോക്കാം, വെയിറ്റേജ് ടു കണ്ടന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരു പാഠമാണ് എടുക്കുന്നത് വെച്ചാൽ അതിൽ മേജർ ആയിട്ടുള്ള കണ്ടന്റും ഉണ്ടാവും, മൈനർ ആയിട്ടുള്ള കണ്ടന്റും ഉണ്ടാവും. അപ്പോൾ നമ്മൾ മേജർ കണ്ടന്റിന് എത്രത്തോളം വെയിറ്റേജ് കൊടുക്കുന്നുണ്ടോ അത്രത്തോളം തന്നെ നമ്മൾ മൈനർ കോൺസെപ്റ്റിനും അത്രത്തോളം വെയിറ്റേജ് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഒരു 5-6 പാഠം അല്ലെങ്കിൽ ഒരു സെം കഴിഞ്ഞിട്ടാണ് നമ്മളൊരു എക്സാം എഴുതുന്നത് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു 5-6 പാഠം കഴിഞ്ഞിട്ടാണ് എക്സാം എടുക്കുന്നത്. അപ്പോൾ ഓരോ പാഠത്തിലും മെയിൻ ആയിട്ടുള്ള കണ്ടന്റും ഉണ്ട്, മൈനർ ആയിട്ടുള്ള കണ്ടന്റും ഉണ്ട്. അപ്പം നമ്മൾ എക്സാം ഇടുമ്പോൾ അതെല്ലാം നമുക്ക് എക്സാമിൽ ഉൾപ്പെടുത്തിക്കാൻ പറ്റില്ല, ടെസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ മേജർ ആയിട്ടുള്ള കണ്ടന്റും എത്രത്തോളം വെയിറ്റേജ് നമ്മൾ കൊടുക്കുന്നുണ്ടോ അത്ര തന്നെ നമ്മൾ എന്തിനും മൈനർ കോൺസെപ്റ്റിനും കൊടുക്കണം, അത് തള്ളിക്കളയാൻ പാടില്ല. അപ്പോൾ മൈനർ കോൺസെപ്റ്റിനും മേജർ കോണ്ടന്റിനും ആ ഒരു ടെസ്റ്റിൽ നമ്മൾ പ്രാധാന്യം എത്രത്തോളം കൊടുക്കുന്നുണ്ട് എന്ന് ഡിറ്റർമൈൻ ചെയ്ത് ഇന്നതാണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. വെയിറ്റേജ് ടു കണ്ടന്റ് ആൻഡ് ലേണിംഗ് ഔട്ട്കം എത്രത്തോളം കുട്ടിയിൽ എത്തിയോ നമ്മൾ അറിയാൻ വേണ്ടിയിട്ടും കൂടി ആവണം നമ്മുടെ ഈ ടെസ്റ്റ്. അപ്പോൾ ആ പാഠത്തിൽ ഏതൊക്കെയാണ് കണ്ടന്റ് എന്നും ഏതൊക്കെയാണ് മേജർ കണ്ടന്റ് എന്നും മൈനർ കണ്ടന്റ് എന്നും അതിലത്തെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ടീച്ചർക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ബോധം വേണം. അതുപോലെ തന്നെ അതൊരു സെറ്റ് ചെയ്ത് വെക്കണം, ഏതൊക്കെ മേഖലയിൽ നമുക്ക് ക്വസ്റ്റ്യൻ കൊടുക്കാമെന്ന് ഏകദേശം ഒരു ധാരണ ആയിട്ട് വെക്കണം. അതാണ് വെയിറ്റേജ് ടു കണ്ടന്റ്. നെക്സ്റ്റ് വെയിറ്റേജ് ടു തിങ്കിങ് സ്കിൽസ്. ഇവിടെ പറയുന്നത് നമ്മൾ കുട്ടികളുടെ തിങ്കിങ് സ്കില്ലിനും വെയിറ്റേജ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് ഒന്ന് ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, അതുപോലെ നല്ലോണം ആലോചിച്ച് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് ലോവർ ഓർഡർ തിങ്കിങ് സ്കിൽസും ഉണ്ടാവാം, ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസും ഉണ്ടാവാം.
നമ്മളൊരു ടെസ്റ്റ് നടത്തുമ്പോൾ അതിൻ്റെ 60% ലോവർ ഓർഡർ തിങ്കിങ് സ്കിൽസിന് കൊടുക്കണം. അതായത് റിമെമ്പർ, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈ, ആ ഒരു 3 മേഖലയിൽ ഒരു 60% ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ 40% ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസിന് നമ്മൾ കൊടുക്കണം. അനാലിസിസ്, ഇവാലുവേറ്റ്, ക്രിയേറ്റ്, അതിനും ഒരു 40% നമ്മൾ കൊടുക്കണം. അപ്പം നമ്മൾ ഒരു ഡെഫിനേഷൻ എഴുതാൻ പറയും. ഇപ്പോൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റിന് ഡെഫിനേഷൻ എഴുതാൻ പറയുകയാണെങ്കിൽ കുട്ടിക്ക് അതൊന്ന് ആലോചിച്ച് എഴുതാനുള്ള കാര്യമുള്ളൂ. കുട്ടി എത്രത്തോളം അച്ചീവ് ചെയ്തു അത് മെഷർ ചെയ്യാൻ ടീച്ചർ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. ആ സംഭവം അത്രയേ ഉള്ളൂ. അത് കുട്ടിക്ക് ക്ലാസ്സിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അത് ഓർത്തെടുത്ത് എഴുതും. പക്ഷേ നമ്മളിപ്പോൾ ഒരു എസ്സേക്ക് ആണെങ്കിൽ നമുക്ക് ഇവാലുവേറ്റ്, അല്ലെങ്കിൽ മലയാളത്തിലൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിനെ വിവരിക്കുക, വിശദമാക്കുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ കുട്ടിയുടെ ഭാവനയാണ് വിരിയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യണം. കുട്ടിക്ക് ഒന്ന് ചിന്തിച്ച് ചെയ്താൽ കുട്ടിക്ക് വിശദമായിട്ട് കുട്ടിയുടെ ഭാവനയിൽ നിന്ന് കുട്ടിയുടെ ലാംഗ്വേജിൽ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതാണ് തിങ്കിങ് സ്കിൽസിന്. അപ്പോൾ 60% ലോവർ ഓർഡർ തിങ്കിങ് സ്കിൽസിനും 40% ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസിനും നമ്മൾ പ്രാധാന്യം കൊടുക്കണമെന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അതാണ് വെയിറ്റേജ് ടു തിങ്കിങ് സ്കിൽസ്. നെക്സ്റ്റ്, വെയിറ്റേജ് ടു ഫോം ഓഫ് ക്വസ്റ്റ്യൻസ്. നമ്മുടെ ടെസ്റ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മേഖലയെ മാത്രം കവർ ചെയ്യുന്നതാവരുത്. അതായത് നമ്മളിപ്പോൾ ഒരു ഫുൾ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് കുട്ടിക്കൊരു ബുദ്ധിമുട്ടാവും. അതുപോലെ ഒരു ഫുൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് ബ്രില്യൻറ്റ് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ എബോവ് ആവറേജ് കുട്ടികൾക്കൊക്കെ അതൊരു ഇതൊക്കെ ഭയങ്കര ഈസിയാണ് എന്നൊരു ആറ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ പേപ്പറിനോട് വരും. അപ്പം അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ഫോം ഓഫ് ക്വസ്റ്റ്യൻസും, അതായത് ഒബ്ജക്റ്റീവ് ആണെങ്കിലും ഷോർട്ട് ആൻസർ ആണെങ്കിലും എസ്സേ ആണെങ്കിലും എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഉൾപ്പെടുത്തി എന്ന് ഉറപ്പ് വരുത്തണം. എല്ലാ മേഖലയ്ക്കും നമ്മളിപ്പോൾ ഒരു മൊത്തം ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിൽ 50 to 20% നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരു കൺസിഡറേഷൻ കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 20% നമ്മൾ എസ്സേക്കും കൊടുക്കണം. ബാക്കിയുള്ളത് ഷോർട്ട് ആൻസറിനും. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ 3 ടൈപ്പും കൊടുക്കുമ്പോഴാണ് എല്ലാ കുട്ടികൾക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഫുൾ എസ്സേ ആണെങ്കിൽ ആ ടെസ്റ്റ് എന്ന് പറയുന്നത് വാലിഡ് ആയിരിക്കില്ല. ഇപ്പം നമ്മൾ കുട്ടികളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് മാർക്ക് കണ്ടുപിടിച്ച് റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് നടത്തുന്നത്. ആ ടെസ്റ്റിൽ ഫുൾ എസ്സേ ടൈപ്പ് ആണെങ്കിൽ അത് ഒരുപാട് കുട്ടികൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. നല്ല ബ്രില്യൻ്റ് ആയ കുട്ടികൾക്ക് മാത്രമേ അവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഫുൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടില്ല. കാരണം എല്ലാവരും അത് അറ്റൻഡ് ചെയ്യും. നമുക്ക് അങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ ഫോം ഓഫ് ക്വസ്റ്റ്യനും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടെസ്റ്റ് പേപ്പർ ആയിരിക്കണം. അതാണ് നമ്മൾ ആ 3 ഫോംസിനും പ്രോപ്പർ വെയിറ്റേജ് കൊടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. വെയിറ്റേജ് ടു ഫോം ഓഫ് ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ്, വെയിറ്റേജ് ടു ഡിഫിക്കൽട്ടി ലെവൽ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേര് പോലെ തന്നെ ഡിഫിക്കൽട്ടി ലെവൽ, നമ്മൾ ഡിഫിക്കൽട്ടീന് അനുസരിച്ചായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടാവുന്നത്. ഇപ്പം നമ്മൾ ഒരുപാട് പരീക്ഷകൾ എഴുതിയിട്ടുള്ള ആൾക്കാരാണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ അതിൽ എവിടെയെങ്കിലും നിങ്ങൾ ആദ്യം തന്നെ എസ്സേ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. കാരണം കുട്ടിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ ആദ്യം തന്നെ എസ്സേ കാണുമ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊരു മെൻറ്റാലിറ്റി കുട്ടിയിൽ, ആറ്റിറ്റ്യൂഡ് കുട്ടിയിൽ അറിയാതെ തന്നെ ഉണ്ടാവും. പക്ഷെ ആദ്യം തന്നെ കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇതൊക്കെ എളുപ്പമാണ് എന്നൊരു ചിന്ത അറിയാതെ തന്നെ ഉപബോധ മനസ്സിൽ കുട്ടിയിൽ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് നമ്മൾ ഫോം ചെയ്യുന്നത് സിമ്പിൾ ടു കോംപ്ലക്സ് മോഡലിലായിരിക്കണം നമ്മൾ ഫോം ചെയ്യേണ്ടത്. അതായത് ഈസിയിൽ നിന്ന് ഡിഫിക്കൽട്ടിലോട്ട് എത്തുന്ന രീതിയിലായിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ കുട്ടികൾക്കും ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ക്വസ്റ്റ്യൻ പേപ്പർ. ഈസിക്ക് എത്ര വെയിറ്റേജ് കൊടുക്കണം, എസ്സേക്ക് എത്ര വെയിറ്റേജ് കൊടുക്കണം, കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസിന് എത്ര വെയിറ്റേജ് കൊടുക്കണം എന്നൊക്കെ നമ്മൾ തീരുമാനിച്ച് വെക്കണം. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ക്ലാസ്സിലെ എല്ലാ ടൈപ്പ് കുട്ടികളും ഉണ്ടാവും അല്ലേ. ബ്രില്യൻ്റ് ഉണ്ടാവാം, ലോ ആവറേജ് കുട്ടികളുണ്ടാവാം, ആവറേജ് കുട്ടികളുണ്ടാവാം. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഒരിക്കലും കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. അതാണ് വെയിറ്റേജ് ടു ഡിഫിക്കൽട്ടി ലെവൽ. അടുത്തത് സ്കീം ഓഫ് ഓപ്ഷൻ. അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, ഓപ്ഷൻ. അതെ, കുട്ടികൾക്ക് നമ്മൾ ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യണം. 2 ടൈപ്പ് ഓഫ് ഓപ്ഷനാണ് ഉള്ളത്. എക്സ്റ്റേണൽ ഓപ്ഷനും ഉണ്ട്, ഇൻറ്റേർണൽ ഓപ്ഷനും ഉണ്ട്.
എക്സ്റ്റേണൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു 10-20 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു മണിക്കൂർ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നമ്മൾ മൊത്തം ഒരു പറയാണ് 2 എണ്ണം അവോയ്ഡ് ചെയ്തുള്ളൂ, 8 എണ്ണം എഴുതിയാൽ മതി. അങ്ങനെ കൊടുക്കുന്ന ഓപ്ഷനാണ് എക്സ്റ്റേണൽ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇന്റേണൽ ഓപ്ഷനോ നമ്മളിപ്പോൾ ഒരു സെക്ഷൻ വൈസ് ഒക്കെ ആയി തിരിച്ചു വിചാരിക്കുക. ഇപ്പോൾ ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 3 എസ് എ ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുത്തു, അതിന് ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി എന്ന് പറയും. അങ്ങനെയുള്ളതാണ് ഇന്റേണൽ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓവറോൾ ആയിട്ട് കൊടുക്കുന്ന ഓപ്ഷനാണ് എക്സ്റ്റേണൽ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഉള്ളിൽ തന്നെ കൊടുക്കുന്നതാണ് ഇന്റേണൽ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓപ്ഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് അവിടെ മെൻഷൻ ചെയ്യണം ഇത്ര എഴുതിയാൽ മതി എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്, ഓപ്ഷൻ വൈസ് കൊടുക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്യണം അവിടെ. അതാണ് സ്കീം ഓഫ് ഓപ്ഷൻ എന്ന് പറയുന്നത്. 2 ടൈപ്പ് ഓഫ് ഓപ്ഷനാണ്, എക്സ്റ്റേണലും ഇന്റേണലും. ഓവറോൾ ആയിട്ട് കൊടുക്കുന്നതാണ് എക്സ്റ്റേണൽ ഓപ്ഷൻ, ഉള്ളിൽ തന്നെ കൊടുക്കുന്നതാണ് ഇന്റേണൽ ഓപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്കീം ഓഫ് സെക്ഷൻ. ആ പേരിൽ തന്നെ ഉണ്ട് സെക്ഷൻ. സെക്ഷൻ വൈസ് നമ്മൾ തിരിക്കണം. ഇപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് പാർട്ട് എ ആക്കി കൊടുക്കുക, ഷോർട്ട് ആൻസർ ടൈപ്പ് പാർട്ട് ബി ആക്കി കൊടുക്കുക, പിന്നെ എസ് എ ടൈപ്പ് പാർട്ട് സി ആക്കി കൊടുക്കുക. അത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അത് മൊത്തത്തിൽ ഇങ്ങനെ വാരി വലിച്ച് ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ കുട്ടിക്ക് അത് കാണുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കുട്ടിയിലുണ്ടാവും. അപ്പം നമ്മളിങ്ങനെ സെക്ഷൻ വൈസ് ഒക്കെ തിരിച്ച് ഭംഗിയിലാക്കി ആക്കി കൊടുക്കണമെങ്കിൽ കുട്ടിക്ക് അത് വായിക്കാൻ തോന്നും. അതിനുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ കൊടുക്കുക. അപ്പോൾ മനോഹരമായിട്ട് ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുക, എത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനെ ഭംഗിയാക്കാൻ പറ്റും. ഇങ്ങനെ സെക്ഷൻ വൈസ് തിരിക്കുക, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൊടുത്ത് സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യുക, അവിടെ ഇത്ര ക്വസ്റ്റ്യനിൽ ഇത്ര എഴുതിയാൽ മതി എന്നൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഏകദേശം ഒന്ന് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് സെക്കൻഡ് സ്റ്റെപ്പത്തെ കാര്യമായിരുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് ഏതായിരുന്നു? പ്രിപ്പയർ എ ഡിസൈൻ ഫോർ ദി ടെസ്റ്റ്. അതിലൊരു 5 കാര്യങ്ങളെ മെൻഷൻ ചെയ്ത് 6 കാര്യങ്ങളെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ ഡിസൈൻ ഉണ്ടാക്കാൻ. ഏതൊക്കെയായിരുന്നു? വെയിറ്റേജ് ടു കണ്ടന്റ്, വെയിറ്റേജ് ടു തിങ്കിങ് സ്കിൽസ്, വെയിറ്റേജ് ടു ഫോം ഓഫ് ക്വസ്റ്റ്യൻ, വെയിറ്റേജ് ടു ഡിഫിക്കൽട്ടി ലെവൽ, സ്കീം ഓഫ് സെക്ഷൻ ആൻഡ് സ്കീം ഓഫ് ഓപ്ഷൻ. ഈ 6 കാര്യങ്ങളെ കൺസിഡർ ചെയ്തിട്ട് നമ്മളൊരു ഡിസൈൻ ഉണ്ടാക്കി വയ്ക്കും. നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്, ബ്ലൂ പ്രിൻ്റ്. പ്രിപ്പറേഷൻ ഓഫ് ബ്ലൂ പ്രിൻ്റ്. ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത് നമ്മളൊരു 3 ഡയമെൻഷണൽ ചാർട്ടാണ്. നമ്മുടെ കണ്ടന്റ് വൈസ്, ഫോം വൈസ്, ക്വസ്റ്റ്യൻ വൈസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു 3 ഡയമെൻഷണൽ ചാർട്ടാണ് ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫ്രെയിം വർക്കാണ് നമുക്ക് ഈ ബ്ലൂ പ്രിൻറ്റിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈ ബ്ലൂ പ്രിന്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവണം നമ്മൾ ഏതൊക്കെ മേഖലയിൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, എത്രയൊക്കെ മാർക്ക് ഓരോ ക്വസ്റ്റ്യനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എത്ര കൊടുത്തിട്ടുണ്ട്, ടോട്ടൽ മാർക്ക് നമ്മൾ എത്ര കൊടുക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് ഈ ബ്ലൂ പ്രിന്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവണം. ഇപ്പം നമ്മൾ വീടൊക്കെ വരയ്ക്കുമ്പോൾ ആദ്യം എന്താണ്, വീടൊക്കെ ഉണ്ടാക്കാൻ പോകുമ്പോൾ ആദ്യം നമ്മൾ ബ്ലൂ പ്രിന്റ് ആണ് ഉണ്ടാക്കുക അല്ലേ, അതിന് ശേഷമല്ലേ നമ്മൾ വീട് തുടങ്ങുള്ളൂ പണി. അതുപോലെ തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കലാണ് മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഒരു 3 ഡയമെൻഷണൽ ചാർട്ടാണെന്ന് പറഞ്ഞു. കുറച്ച് പേര് ഇതിനെ 4 ഡയമെൻഷണൽ ചാർട്ട്, ഡിഫിക്കൽട്ടി ലെവലും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ട് അതിനെ ഒരു 4 ഡയമെൻഷണൽ ചാർട്ടാക്കി മാറ്റും. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു ഇതിൻ്റെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഫ്രെയിം വർക്കാണ് നമുക്ക് ബ്ലൂ പ്രിന്റിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ നമുക്കിതാണ് ഒരു ബ്ലൂ പ്രിന്റ് ഒരു ഏകദേശം മോഡല്. മുകളിൽ ലോവർ ഓർഡർ തിങ്കിങ് സ്കിൽസ് ഉണ്ട്, ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് ഉണ്ട്. ലോവർ ഓർഡർ തിങ്കിങ് സ്കിൽസിന് താഴെ വരുന്ന 3 ലെവൽസ് നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. റിമെമ്പർ, അണ്ടർസ്റ്റാൻഡിങ്, ആപ്ലിക്കേഷൻ. ആൻഡ് ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസിൻ്റെ അടിയിൽ വരുന്ന 3 കാര്യങ്ങൾ നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. അനാലിസിസ്, ക്രിയേറ്റ്, സിന്തസിസ്. അങ്ങനെ 3 കാര്യങ്ങൾ നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഓരോന്നിനെയും പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒബ്ജക്റ്റീവും ഷോർട്ട് ആൻസറും എസ് ആയിട്ട് നമ്മൾ ഓരോന്നിനെയും കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ്റെ അടിയിലും നമുക്കിപ്പോൾ നോക്കാം, സബ് കണ്ടന്റ് ഉണ്ട്, ഒബ്ജക്റ്റീവ്, ഷോർട്ട് ആൻസർ, എസ് എ, അങ്ങനെ പറഞ്ഞ ഓരോന്നിനെയും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ കുറച്ച് നമ്പേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അത് ആദ്യം നോക്കാം. നമ്മൾ 1 1 എഴുതിയിട്ടുണ്ട്, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലും എഴുതിയിട്ടുണ്ട്, ബ്രാക്കറ്റിൻ്റെ പുറത്തും എഴുതിയിട്ടുണ്ട്. ബ്രാക്കറ്റിൻ്റെ പുറത്ത് എഴുതിയതായിരിക്കണം മാർക്ക്, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്നത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് കൊടുത്തു എന്നാണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് ക്വസ്റ്റ്യൻ നമ്പർ അല്ല, എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തു അതാണ് ബ്രാക്കറ്റിനകത്ത് എഴുതുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് റിമെമ്പറിങ്ങിൽ ഒബ്ജക്റ്റീവിൽ 2 1 എഴുതിയിട്ടുണ്ട്. അത് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അവന് 1 മാർക്ക്, രണ്ടിനും കൂടി 1 മാർക്ക്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ എത്ര മാർക്കായിരിക്കും?
അരമാർക്ക്, അതെ. അപ്പോൾ 2 ക്വസ്റ്റിനും കൂടി 1 മാർക്ക്, അങ്ങനെയാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മാർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ടോട്ടൽ മാർക്ക് ഇവിടെ 30യിലാണ് തന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് റോ വൈസ് ആഡ് ചെയ്താലും കോളം വൈസ് ആഡ് ചെയ്താലും നമ്മുടെ മാർക്ക് ടാലി ആയിരിക്കണം. ഇപ്പോൾ റോ വൈസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 3, 5, 4, 5 എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നമ്പർ ഉണ്ട്. അത് മൊത്തം ആഡ് ചെയ്താൽ നമുക്ക് 30 കിട്ടും. കോളം വൈസ് ആഡ് ചെയ്താലും നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് മാർക്ക് കിട്ടണം. അതാണ് നമ്മുടെ ഇവിടെ ഈ ബ്ലൂ പ്രിന്റിൽ നമുക്ക് എല്ലാം കിട്ടും. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണെന്ന് കിട്ടും, എല്ലാ തിങ്കിങ് സ്കിൽസും എല്ലാ മേഖലയിലും വന്നോന്ന് ക്വസ്റ്റ്യൻസ് വന്നോ നമുക്ക് മനസ്സിലാവും. നമ്മുടെ മാക്സിമം മാർക്ക് എത്രയാണെന്നൊക്കെ നമുക്ക് ഈ ബ്ലൂ പ്രിന്റ് വഴി മനസ്സിലാകും. ഇനി ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതാൻ തുടങ്ങുന്നത്. ആദ്യം ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി ഇനി ആ ബ്ലൂ പ്രിന്റിന് അനുസരിച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ജനറൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം എന്താണ്, കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കുട്ടിക്ക് കൊടുക്കണം. അതായത് എത്ര മണിക്കൂറാണ് എക്സാം, എന്ത് എക്സാം ആണ്, എത്ര മാർക്കിലാണ് എക്സാം, കൂൾ ഓഫ് ടൈം എത്രയാണ് എന്നൊക്കെ നമ്മൾ ഏകദേശം ജനറൽ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കുട്ടിക്ക് അവിടെ മുകളിൽ കൊടുക്കണം. പിന്നെ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ്, അതായത് ഓപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. 3 2 എഴുതിയാൽ മതി. അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ സ്കീം വൈസ് ഒക്കെ ആയിട്ട് തിരിക്കണം. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് എപ്പോഴും ഒന്നിൻ്റെ ഒരു ആധിപത്യം കാണിക്കാൻ പാടില്ല. അതായത് ഒരു ഫോം ഓഫ് ക്വസ്റ്റ്യൻ്റെ മാത്രമായിട്ട് നമ്മൾ ഒതുങ്ങിക്കൂടരുത്. മോണോപോളി ഓഫ് സെറ്റ് പാറ്റേൺ ഷുഡ് ബി അവോയ്ഡഡ്. അതായത് ഒന്നിൻ്റെ ആധിപത്യം മാത്രം നമ്മൾ കാണിക്കാൻ പാടില്ല. എല്ലാ ഫോം ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ ഉൾപ്പെടുത്തിയെന്ന് മനസ്സിലാക്കണം. പിന്നെ നമ്മൾ കൂൾ ഓഫ് ടൈം ഒക്കെ കൊടുക്കണം. ഇപ്പോൾ 60 മാർക്കിനാണെങ്കിൽ മാക്സിമം 1.5 മണിക്കൂറൊക്കെ ക്വസ്റ്റ്യൻസ് കൊടുക്കുക, ടൈം കൊടുക്കുക. അതുപോലെ 80 മാർക്കിനാണെങ്കിൽ മാക്സിമം 2.5 മണിക്കൂറൊക്കെ എക്സ്ട്രാ കൂൾ ഓഫ് ടൈം ഒക്കെ വെച്ചിട്ട് നമ്മൾ 2.5 മണിക്കൂറൊക്കെ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ആ ബ്ലൂ പ്രിന്റിന് അനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി. പിന്നെ കുറച്ച് കാര്യങ്ങൾ, എന്തൊക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ എങ്ങനെയാവണം, ജനറൽ ഇൻസ്ട്രക്ഷൻ വേണം, സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ വേണം. പിന്നെ ലാംഗ്വേജ് പേപ്പറൊക്കെ ആണെങ്കിൽ കുട്ടി ഏത് ലാംഗ്വേജ് ആണോ ചൂസ് ചെയ്തത് ആ ലാംഗ്വേജിൽ തന്നെ എഴുതാൻ നമ്മൾ പറയണം. ഇപ്പം നമ്മളിപ്പോൾ PSC ഒക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ചോദിക്കും ഏത് മീഡിയമാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ മലയാളത്തിലാണ് ചൂസ് ചെയ്തതെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ മലയാളം കൊടുത്ത് പിന്നെ നമ്മൾ ആൻസർ ഷീറ്റിൽ ഇംഗ്ലീഷിൽ എഴുതാൻ പാടില്ല. അപ്പോൾ അവിടെയും നമ്മൾ മെൻഷൻ ചെയ്യുക ഏത് ലാംഗ്വേജ് ആണ് കുട്ടി ചൂസ് ചെയ്തത് ആ ലാംഗ്വേജിൽ തന്നെ എഴുതാനുള്ളൊരു ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കണം. പിന്നെ മോണോട്ടോണി പാടില്ല. പിന്നെ ടൈമൊക്കെ എത്രയാണെന്ന് മെൻഷൻ ചെയ്യണം. കൂൾ ഓഫ് ടൈം കൂടാതെ തന്നെ നമ്മൾ എക്സ്ട്രാ ടൈമൊക്കെ കൊടുക്കണം കുട്ടികൾക്ക്. അതൊക്കെയാണ് നമ്മുടെ ഒരു റൈറ്റിംഗ് ഓഫ് ടെസ്റ്റ് ഐറ്റത്തിൽ ഉള്ള ഇത്. നമ്മുടെ 5ാമത്തെ സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ഓഫ് സ്കോറിംഗ് കീ ആൻഡ് മാർക്കിംഗ് സ്കീം. പരീക്ഷയ്ക്ക് എഴുതി നമ്മൾ കുട്ടികൾക്ക് മാർക്ക് കൊടുത്ത് ഭയങ്കര കൺഫ്യൂഷൻ വരാറുണ്ട്. എനിക്ക് കൂടി, അവൾക്ക് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരേ സ്റ്റെപ്സാണ് എഴുതിയിരിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ മാർക്ക് ഇടുന്നത് ഒരു കോമൺ ബേസിലായിരിക്കണം. ഇപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പൊക്കെ ആണെങ്കിൽ ഒറ്റ ആൻസർ ഉണ്ടാവുള്ളൂ, അതിന് ഒറ്റ മാർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ഈ ഷോർട്ട് ആൻസറും essay ടൈപ്പൊക്കെ ആണെങ്കിൽ അതിന് നമ്മൾ ഓരോ വാല്യൂ പോയിന്റ്സിനനുസരിച്ച് നമ്മൾ മാർക്ക് കൊടുക്കണം. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ മാർക്കിംഗ് സ്കീമിൽ മെൻഷൻ ചെയ്യണം ഏതൊക്കെയാണ് വാല്യൂ പോയിന്റ്. അതിനിപ്പോൾ ടോട്ടൽ 10 മാർക്കാണെങ്കിൽ എത്രയൊക്കെ ഓരോ വാല്യൂ പോയിന്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു essay ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ചെയ്യാനാണെന്ന് വിചാരിക്കുക. കുട്ടി ആൻസർ മാത്രം തെറ്റി ബാക്കി അതുവരെയുള്ള എല്ലാ സ്റ്റെപ്സും കുട്ടി എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ എഴുതിയ വാല്യൂ പോയിന്റ്സിന് എല്ലാത്തിനും നമ്മൾ മാർക്ക് കൊടുക്കണം. എക്സെപ്റ്റ് നമ്മൾ ആ ആൻസറിന് മാർക്ക് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും നമ്മൾ മാർക്ക് കൊടുക്കണം. അതുപോലെ വേറൊരു കുട്ടി വെറും ഇക്വേഷൻ മാത്രമാണ് എഴുതിയിട്ടില്ലെങ്കിലും അതിനും നമ്മൾ വാല്യൂ പോയിന്റ്സിനനുസരിച്ച് മാർക്ക് കൊടുക്കുക. അപ്പോൾ നാളെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഈ വാല്യൂ പോയിന്റ് അനുസരിച്ചാണ് മാർക്ക് കൊടുത്തത് നമുക്ക് പറയാൻ പറ്റണം. അപ്പോൾ അതിനാണ് നമ്മളൊരു കോമൺ ബേസിലായിരിക്കണം നമ്മുടെ എക്സാം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എഴുതിയിരിക്കുന്നത്. അതുപോലെ മാർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു കോമൺ ബേസിലായിരിക്കണം എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ പ്രിപ്പറേഷൻ ഓഫ് ആൻസർ കീ അല്ലെങ്കിൽ സ്കോറിംഗ് കീ ആൻഡ് മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്സ് ആണ് ക്വസ്റ്റ്യൻ വൈസ് അനാലിസിസ്. നമ്മളിപ്പോൾ ആദ്യം പ്ലാൻ ചെയ്തു, ഡിസൈൻ ചെയ്തു, ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി, പിന്നെ റൈറ്റിംഗ് ഓഫ് ടെസ്റ്റിന് ക്വസ്റ്റ്യൻ പേപ്പറും എഴുതി, പിന്നെന്താ നമ്മൾ മാർക്കിംഗ് ഒക്കെ ചെയ്തു വെച്ചു. ഇനി നമ്മൾ ഒന്ന് മാച്ച് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ വൈസ് അനാലിസിസ് ഓരോ ക്വസ്റ്റ്യനും വായിച്ചിട്ട് നമ്മൾ കറക്റ്റ് ആ സ്കില്ലിനല്ലേ കൊടുത്തിരിക്കുന്നത്, ബ്ലൂ പ്രിന്റിന് അനുസരിച്ച് തന്നെയല്ലേ കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ ഒന്ന് മിസ്മാച്ച് ചെയ്ത് നോക്കുക. എവിടെയെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ടോ, കൂടുതൽ മാർക്ക് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ, കുറവ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് ക്ലിയർ ആയതിനു ശേഷം മാത്രമേ കുട്ടികൾക്ക് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ.
അപ്പോൾ എവിടെയെങ്കിലും മാർക്ക് എവിടെയെങ്കിലും കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കുട്ടികൾ കണ്ടുപിടിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം. അത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ പാടില്ല, കൂടുതൽ മാർക്ക് ഉണ്ടാവാൻ പാടില്ല, ടൈം കുറയാൻ പാടില്ല. അങ്ങനെയൊക്കെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചെക്ക് ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ വൈസ് അനാലിസിസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു അച്ചീവ്മെന്റ് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ, RBT വെച്ചിട്ടുള്ള അച്ചീവ്മെന്റ് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു? 6 സ്റ്റെപ്സാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്ലാനിങ്, ഡിസൈൻ, ബ്ലൂ പ്രിന്റ്, ടെസ്റ്റ് ഐറ്റം, സ്കോറിംഗ് ആൻഡ് മാർക്കിംഗ് സ്കീം ആൻഡ് ക്വസ്റ്റ്യൻ വൈസ് അനാലിസിസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓരോ സ്റ്റെപ്പും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്താണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്നും അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്താണെന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. താങ്ക്